നിരീശ്വരവാദികളൊക്കെ പറയുന്നൊരു വാക്കെന്ന് വെച്ചാൽ ഈ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ആമാശയിൽ പോയി ഇടിച്ചിട്ട് അത് ഭയങ്കര മുറിവാക്കും എന്ന് കളിയാക്കിയിട്ടൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇരുന്ന് കുടിക്കുന്നതിന്റെ ശാസ്ത്രീയ വശം എന്താണ്? ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സ് ആകുക എന്നാണ് ചുരുക്കത്തെ അർത്ഥം. അതായത് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും റിലാക്സ് ആവണം എന്നുള്ളതാണ്. റിലാക്സ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സിസ്റ്റം ഉണ്ട്. ആക്ച്വലി സിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്. സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പേടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സിസ്റ്റമാണ് സിമ്പത്തറ്റിക് സിസ്റ്റം. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന സിസ്റ്റമാണ്. ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആണ് ഇരിക്കുന്ന സമയത്ത് ആക്റ്റീവ് ആവുന്നത്. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന എഫക്റ്റ് എന്തൊക്കെയാണ്? പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്ന് പറയും. നമ്മുടെ ആമാശയത്തിലൂടെയുള്ള ഫുഡ് പൈപ്പിലൂടെയുള്ള ഭക്ഷണത്തിന്റെ ക്രമങ്ങൾ നല്ല രീതിയിലേക്ക് തന്നെ നല്ല കറങ്ങി പതുക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങും. തിരിച്ചു കയറുന്ന എഫക്റ്റ് ഉണ്ടായിരിക്കില്ല. ആ ഫങ്ഷനിങ് പ്രോപ്പർ ആയിരിക്കും. രണ്ടാമതായിട്ട് ശ്വസനത്തിനോട് പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കില്ല. അവിടെ കൂടുതലും ആഹാരത്തിനോട് പ്രാധാന്യം കൊടുക്കും. അതായത് പേടിക്കുന്ന സമയത്ത് ഒരുപാട് ശ്വാസം വേണ്ടി വരും. ഇത് റിലാക്സ് ആകുന്ന സമയം. ആ സമയത്ത് പ്രത്യേകിച്ച് ഓക്സിജന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിന് പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ പോകുന്ന വഴി കൂടുതൽ ഓപ്പൺ ആയിരിക്കും. അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാം ശ്വസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഏതാനും ഒരു വഴിയിലൂടെയാണ്. നമ്മൾ മുഖാന്തരം ശ്വസിക്കുന്നുണ്ടായിരിക്കും. അത് ഉള്ളിലൂടെ മൂക്കാണെന്നുണ്ടെങ്കിലും അത് പോകുന്ന വഴി ഒന്നായിട്ട് അവിടെ നിന്ന് ചുരുങ്ങി എവിടെ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തോട്ട് പോകുന്ന ട്രാഫിക് ഉണ്ട് ഇവിടെ. പെട്ടെന്ന് പേടിക്കുന്ന സമയത്ത് ആ ട്രാഫിക് ഭക്ഷണം പോകുന്ന വഴിനെ ബ്ലോക്ക് ചെയ്തിട്ട് ശ്വസം നടക്കുന്ന വഴിയെ ഓപ്പൺ ചെയ്യും. റിലാക്സ് ആകുന്ന സമയത്തോ ശ്വസം നടക്കുന്ന ഭാഗത്തെ പാർഷ്യലി ബ്ലോക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തെ ഓപ്പൺ ചെയ്യും. അപ്പൊ ഇരുന്ന് കുടിക്കുന്ന വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ഈ പറയുന്ന ശ്വാസകോശത്തോട് കടക്കില്ല. അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ആമാശയത്തിലോട്ട് തന്നെ കിടക്കും. നേരെ മറിച്ച് പെട്ടെന്ന് വന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വെള്ളം കുടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുടിക്കുന്ന വെള്ളം അംശം ശ്വാസകോശത്തോട് പോകാനും ചോക്കിങ് വരാനും മരണത്തിന് വരെ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനാണ് സുന്നത്തായിട്ട് മതത്തിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഇരുന്ന് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക.